ഈ ഒരു പട്ടാള മേധാവി മാത്രമായിട്ടുള്ള ഇയാളെ 2 മാസത്തിനിടയ്ക്ക് 2ാം തവണ വിളിച്ചുകൊണ്ടുപോയിട്ട് ലഞ്ച് കൊടുക്കുക എന്ന് വെച്ചാൽ അവിടെ ആ ലഞ്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രംപ് എന്തായിരിക്കും ഇദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. മറ്റൊരു രാജ്യത്ത് പോയിട്ട് ഒരു പട്ടാള മേധാവിക്ക് ഇമാതിരി പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവന ഇന്ത്യക്കെതിരെ മാത്രമല്ല പകുതി ലോകത്തെ തന്നെ ഞാൻ നശിപ്പിച്ചു കളയെന്ന് പറയണമെങ്കിൽ ഇവർ തമ്മിൽ വളരെ ഊഷ്മളമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവണം. പാകിസ്ഥാനെ അവരുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇന്ത്യയോട് സൗഹൃദം കാണിച്ചിട്ട് ഇപ്പോൾ ഇന്ത്യക്ക് പണി കൊടുക്കാൻ യാതൊരു മടിയില്ലാതെ ട്രംപിന് പാകിസ്ഥാനോട് അതേ നിലപാടായിരിക്കും ഇപ്പോൾ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ അയച്ചു വിട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, ഇന്ത്യ കുറേ കൂടെ പക്വമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്, ഇങ്ങനെ തന്നെ ആയിരിക്കണം സ്റ്റേറ്റ്മാൻഷിപ്പിൽ പോകേണ്ടതെന്നൊക്കെ വെക്കുമ്പോൾ തന്നെയും ഇവിടെ രാജ്നാഥ് സിംഗ് ഒരു പ്രസ്താവന നടത്തി. അതായത് ലോകത്തിൻ്റെ ആകെ ബോസാണെന്ന് വിചാരിക്കുന്ന ചില ആളുകൾ എന്ന് പറഞ്ഞ് ഒരല്പം പക്ഷെ അതല്ല, കാര്യമായിട്ട് ഗൗരവതരമായിട്ട് ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരെ അതിശക്തമായിട്ട് ഈ 56 ഇഞ്ച് എന്നൊക്കെ പറയുന്ന ചില സമയത്ത് പ്രദർശിപ്പിക്കാനുള്ളതാണ്. ആഭ്യന്തര രാഷ്ട്രീയത്തിനകത്ത് മാത്രമല്ല പരിഹാസവും ഈ പറയുന്ന ശക്തി കാണിക്കലും വേണ്ടത്, വിദേശ രാഷ്ട്രീയത്തിലും ഇത്രമാത്രം വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോൾ ഒന്ന് പവർ കാണിക്കാൻ ഇന്ത്യ തയ്യാറാകേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.